നമസ്കാരം. ശബരിമലയിലെ ഓരോ വിശേഷങ്ങളും ബഹുകേമമാണ്. ശബരിമലയിൽ നിന്ന് 2019 കാണാതായ ദ്വാരപാലകർക്കായി നിർമ്മിച്ച സ്വർണ്ണപീഠം, ആ സ്വർണ്ണപീഠം ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ നിന്നാണ് ഈ സ്വർണ്ണപീഠം കണ്ടെത്തിയത്. ഈ സ്വർണ്ണപീഠം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എത്തിയത്? ആരാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപീഠം എടുത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് നൽകിയത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. അപ്പോ ശബരിമലയിൽ നിന്ന് എന്തും ഏത് നിമിഷം വേണമെങ്കിലും അപ്രത്യക്ഷമാകാം. അത് ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥരുടെ വീട്ടിലോ അല്ലെങ്കിൽ ശബരിമലയിലെ ഭരണസമിതിക്കാരുടെ വീട്ടിലേക്കോ വരാനുള്ള സാധ്യതയുമുണ്ട്. ശബരിമലയിലെ സുരക്ഷാ വീഴ്ചയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ദേവസ്വം ബെഞ്ചിന്റെ വിധിയായിരിക്കും അല്ലെങ്കിൽ തുടർ നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാവുക. ആഴ്ചകൾക്ക് മുമ്പാണ് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വരുന്നത്. തുടർന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇതിൽ ഇടപെടുന്നു. പിന്നീട് വിഷയം വിവാദമാകുന്നു. എന്തുകൊണ്ടാണ് ഹൈക്കോടതി അറിയിക്കാതെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇത് കൊണ്ടുപോയത് എന്ന ചോദ്യം വരുന്നു. പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നു. പിന്നീട് ഹൈക്കോടതി പറഞ്ഞു, എന്തായാലും പണി നടക്കട്ടെ, കൃത്യമായി കൊണ്ടുവന്ന ശേഷം ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കുക, കൃത്യമായി തന്നെ പുനഃസ്ഥാപിക്കുക. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചില മറ്റൊരു വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. 2019 താൻ ഒരു സ്വർണ്ണപീഠം സ്പോൺസർ ചെയ്തിരുന്നു. ആ സ്വർണ്ണപീഠം അവിടെ അനുയോജ്യമല്ല, അത് ഉചിതമല്ല എന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പിന്നീട് ഈ നേർച്ചയായി നൽകിയതായതുകൊണ്ട് തന്നെ താൻ ആ സ്വർണ്ണപീഠത്തെ തിരികെ വാങ്ങിയില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വാദം. ആ സ്വർണ്ണപീഠം എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്ട്രോങ് റൂമിലോ ശബരിമല സന്നിധാനത്തോ ഉണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പിന്നീട് അവിടെ കാണാതെ വന്നതോടുകൂടി തന്നെ ശബരിമല വിജിലൻസ് സംഘം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ പീഠം കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെ ഒരു പുതിയ കഥ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇറക്കി. തനിക്ക് മറവി രോഗമുണ്ട്, അതുകൊണ്ട് താൻ ഇവിടെ ആ സ്വർണ്ണപീഠം ഉണ്ടായത് ഓർമ്മിച്ചില്ല. സംഭവമൊക്കെ കൃത്യമാണ്. ഇതിനിടയിലാണ് മറ്റൊരു നിർണായകമായ കണ്ടെത്തൽ ഹൈക്കോടതി നടത്തിയത്. അതായത് 2019 ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി കൊണ്ടുപോയപ്പോൾ 42 കിലോ ഉണ്ടായിരുന്നു. തിരികെ കൊണ്ടുവന്നപ്പോൾ അത് 38 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 കിലോ സ്വർണ്ണപ്പാളി കാണാനില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ശബരിമലയുടെ വിഷയത്തിൽ ഇപ്പോൾ ഏറെ നിർണായകമായ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കും. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണമോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളോ അല്ലെങ്കിൽ പണമോ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ശബരിമലയിൽ സുരക്ഷ എന്നുള്ളത് വെറും പേരിന് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ നിന്ന് എന്തും ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി ഭരണസമിതിയുടെ അറിവോടുകൂടി ആർക്കും എന്ത് വേണമോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാം. ഇതാണ് ഈ സംഭവത്തിലൂടെ തെളിയപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ 2 സ്വർണ്ണപീഠം അവിടെ നിന്ന് കൊണ്ടുപോയത്, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല? എന്തുകൊണ്ട് ദേവസ്വത്തിലെ സുരക്ഷാ വിഭാഗ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിഞ്ഞില്ല? ദേവസ്വം പ്രസിഡന്റ് എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇതാണ് ശബരിമലയിലെ സുരക്ഷ. എന്തുകൊണ്ടോ മഹാഭാഗ്യം കൊണ്ട് അയ്യപ്പസ്വാമി ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ കഴിവ് മാത്രമാണ്. അയ്യപ്പസ്വാമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങ് തന്നെ ഏറ്റെടുക്കുക. അങ്ങ് മനസ്സ് വച്ചില്ലെങ്കിൽ അങ്ങയുടെ വിഗ്രഹം പോലും ശബരിമല സന്നിധാനത്ത് നിന്ന് പോകുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.